അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് പെപ്പർ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒരുവിധം എല്ലാത്തിൻ്റെയും കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പം, പൊറോട്ട, ഇടിയപ്പം, ചപ്പാത്തി എന്തും ആയിക്കോട്ടെ, ഈ കറി നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. ഞാൻ ആദ്യം തന്നെ കുക്കറിലേക്ക് ബീഫ് പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബോൺലെസ് ബീഫ് പീസസ് ആണ്. ഏകദേശം 1 കിലോൻ്റെ അടുത്തുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകല്ല, സാദാ മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇത് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നടുവിലൊന്ന് കീറി കൊടുത്തതാണ്. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നമ്മൾ വലിയ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ വളരെ ചെറിയ ഫ്ലെയിമിൽ 20 മിനിറ്റുമാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ബീഫെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്ന് ഗ്രേവിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തീരെ വെള്ളം ചേർത്തിട്ടുണ്ടായില്ല, എന്നിട്ട് തന്നെ ഇത്രയും ഗ്രേവി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4-5 അല്ലി വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് അതിൻ്റെ ഗ്രേവിയോട് കൂടെ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടി നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിം ഹൈ ആവാൻ പാടില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ചെറിയ ചൂടിലാണ് നമ്മളിതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ മസാലപ്പൊടികളെല്ലാം നന്നായി വെന്ത് കിട്ടും ഈ 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്കും. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെ ഫ്ലേവേഴ്സ് എല്ലാം ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടു പോയതാണ്. നിങ്ങളെന്തായാലും ഇത് ചേർക്കണം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്.
കോക്കനട്ട് ഓയിലിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ സെർവ് ചെയ്ത് കഴിക്കുന്നത് 2 മണിക്കൂറെങ്കിൽ കഴിഞ്ഞിട്ടാണ്. ഒരു 2 മണിക്കൂർ നേരം നമ്മളിതൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഫ്ലേവേഴ്സ് എല്ലാം നന്നായി ഒന്ന് പിടിക്കുള്ളൂ. അപ്പം നമ്മൾ ബീഫ് പേപ്പർ മസാല ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ഗ്രേവി കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ള കറിയാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.